സെൻഡോസ ഉച്ചകോടി വിജയത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ സൂചനകൾ ലഭിച്ചു തുടങ്ങി. ദക്ഷിണ കൊറിയയിലെ സംയുക്ത സൈനികാഭ്യാസം നിർത്തിവെച്ചതായി അമേരിക്ക പ്രഖ്യാപിച്ചു. 17,500ഓളം അമേരിക്കൻ സൈനികരാണ് സംയുക്ത സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കാറുള്ളത്. മേഖലയിലെ മറ്റ് സൈനികാഭ്യാസങ്ങളും തൽക്കാലം നിർത്തിവെച്ചിട്ടുണ്ട്. അമേരിക്കൻ തടവുകാരെ വിട്ടയച്ചും പംഗ്വേറി ആണവ കേന്ദ്രം തകർത്തും ഉച്ചകോടിക്ക് മുമ്പ് തന്നെ ഉത്തര കൊറിയ സമാധാന പ്രക്രിയയോടുള്ള പ്രതിബദ്ധത വ്യക്തമാക്കിയിരുന്നു. അമേരിക്കൻ പക്ഷത്തുനിന്ന് ആദ്യമായാണ് ഈ ദിശയിൽ ധനാത്മകമായ ഒരു നടപടിയുണ്ടായത്. സെൻഡോസ ഉടമ്പടിയെ തുടർന്ന് കിം ജോങ് ഉന്നിന് ആഗോള സമൂഹത്തിലുണ്ടായ സ്വീകാര്യത പ്രത്യക്ഷ നടപടികളിലേക്ക് പെട്ടെന്ന് നീങ്ങാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചു എന്ന് വേണം കരുതാൻ. ഭ്രാന്തൻ ഭരണാധികാരി, ക്രൂരനായ ഏകാധിപതി എന്നിങ്ങനെ പാശ്ചാത്യ മാധ്യമങ്ങൾ സൃഷ്ടിച്ച കിം ജോങ് ഉന്നിന്റെ ഇമേജ് ഉച്ചകോടിയില്ലാതാകുന്നത് വിസ്മയത്തോടെയാണ് ലോകം കണ്ടത്. കുള്ളനായ മിസൈൽമാൻ റോക്ക് സ്റ്റാർ കിങ് ആയി ഞൊടിയിടയിൽ മാറി. സമാധാന പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിച്ച കിം അമേരിക്കൻ പ്രസിഡന്റിനെ വട്ടമേശയ്ക്കപ്പുറമെത്തിച്ചുകൊണ്ട് ഏറ്റവും പ്രായോഗികമായ രാഷ്ട്രത്തലവനാണ് താനെന്ന് തെളിയിച്ചു. തുടർ ചർച്ചകൾക്കായി കിം ജോങ് ഉന്നിനെ ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചുവെങ്കിലും ഉത്തര കൊറിയക്കെതിരായ ഉപരോധം തൽക്കാലം തുടരും. ആണവ നിർവ്യാപനം നടപ്പിലാക്കുന്ന മുറയ്ക്ക് ഉപരോധങ്ങൾ പിൻവലിക്കുമെന്നാണ് അമേരിക്കയുടെ ഉറപ്പ്. ഇത് ദീർഘകാല പ്രക്രിയയാണ്. മേഖലയിൽ നിന്ന് അമേരിക്കൻ സൈനികരെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് ട്രംപ് സൂചിപ്പിച്ചു. ദക്ഷിണ കൊറിയയ്ക്കും ജപ്പാനും അമേരിക്ക സമ്പൂർണ്ണ സൈനിക സുരക്ഷ നൽകുന്നുണ്ട്. ആണവ സുരക്ഷയും ഇതിന്റെ ഭാഗമാണ്. മേഖലയിൽ നിന്ന് അമേരിക്കൻ സൈന്യം പിൻവാങ്ങുന്ന മുറയ്ക്ക് ഈ രാജ്യങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കണം. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് സമ്പൂർണ്ണ ആണവ നിരായുധീകരണത്തിലേക്കും യോജിച്ച വികസനത്തിലേക്കും നീങ്ങാനാവശ്യമായ ധാരണകളും ഉടമ്പടിയുമെല്ലാം തുടർ ചർച്ചകളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. മേഖലയിൽ യുദ്ധഭീതി ഒഴിയുകയും ഉത്തര കൊറിയ US ബന്ധങ്ങൾ സാധാരണ നിലയിലാവുകയും ചെയ്താൽ കിഴക്കൻ ഏഷ്യ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകും. സാമ്പത്തിക വൻശക്തിയായ ദക്ഷിണ കൊറിയയുടെ സഹായത്തോടെ വികസന രംഗത്ത് വൻ കുതിപ്പ് നേടാൻ ഉത്തര കൊറിയയ്ക്ക് കഴിയും. ശക്തിപ്പെടുന്ന സൗഹൃദം കൊറിയകളുടെ പുനരേകീകരണത്തിലേക്ക് നയിച്ചേക്കാം. സാമ്പത്തിക വൻശക്തിയായ ദക്ഷിണ കൊറിയയും വൻ സൈനിക ശേഷിയുള്ള ഉത്തര കൊറിയയും ചേർന്ന ഏകീകൃത കൊറിയ ഒരു വൻശക്തി രാഷ്ട്രമായിരിക്കും. ഭൂമിശാസ്ത്രപരവും തന്ത്രപരവുമായ കാരണങ്ങളാൽ ഏകീകൃത കൊറിയ ചൈനയുമായുള്ള ബന്ധങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കാനാണ് സാധ്യത. ഈ സാഹചര്യം മേഖലയിലെ അമേരിക്കൻ സാമ്രാജ്യത്വ താൽപര്യങ്ങൾക്ക് ശുഭകരമാകില്ല. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ക്വാഡ് സുരക്ഷാ ഡയലോഗിൽ ദക്ഷിണ കൊറിയയെ ഉൾപ്പെടുത്താത്തതെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഏതായാലും സെൻഡോസ സമാധാന പ്രക്രിയയുടെ ഭാഗമായി കിഴക്കൻ ഏഷ്യയിലെ ശാക്തിക ബലാബലത്തിലും ബന്ധങ്ങളിലും മാറ്റങ്ങളുണ്ടാകും. ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് കൊറിയകളുടെ പുനരേകീകരണം സാധ്യമാകുമോ എന്ന കാര്യമാണ്. തെക്ക് കിഴക്കൻ ഏഷ്യ, കിഴക്കൻ ഏഷ്യ എന്നീ മേഖലകളുമായി ഊഷ്മളമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കാനുള്ള ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയതന്ത്ര നീക്കത്തിന് സെൻഡോസ പ്രഖ്യാപനം ഏറെ പ്രയോജനം ചെയ്യും. കിഴക്കൻ ഏഷ്യയിൽ ഇന്ത്യൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും തന്ത്രപരമായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും ഉത്തര കൊറിയ അമേരിക്ക സമാധാന പ്രക്രിയ സഹായകരമാണ്. ഉത്തര കൊറിയയുടെ ആണവ പരീക്ഷണങ്ങളും മിസൈൽ പരീക്ഷണങ്ങളും ഇന്ത്യയെ ആശങ്കപ്പെടുത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് വിദേശകാര്യ സഹമന്ത്രി VK സിംഗ് ഉത്തര കൊറിയ സന്ദർശിച്ചത്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ ആദ്യത്തെ മന്ത്രിതല മീറ്റിംഗാണിത്. ചൈനയുമായും പാകിസ്ഥാനുമായും ഉത്തര കൊറിയയ്ക്ക് അടുത്ത ബന്ധമാണുള്ളത്. ഉത്തര കൊറിയയുടെ ആണവ സാങ്കേതിക വിദ്യയും ആയുധങ്ങളും പാകിസ്ഥാനിൽ എത്തിച്ചേരുമോ എന്ന ആശങ്ക ഭാരതത്തിനുണ്ട്. പാക് ആണവായുധ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്ദുൾ ഖാദിർ ഖാൻ നേതൃത്വം നൽകിയ ആണവ കള്ളക്കടത്ത് പാതയിലൂടെ പാകിസ്ഥാനിൽ നിന്ന് ഇറാൻ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് 1990കളിൽ ആണവ സാങ്കേതിക വിദ്യ വ്യാപിച്ചിരുന്നു. പാകിസ്ഥാന്റെ ആണവ പദ്ധതിക്ക് ചൈനയുടെ സഹായവുമുണ്ടായിരുന്നു. ഇപ്പോഴാകട്ടെ അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യയും ഹൈഡ്രജൻ ബോംബ് സാങ്കേതിക വിദ്യയുമൊക്കെ ആർജിച്ച ഉത്തര കൊറിയയിൽ നിന്ന് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലേക്ക്, വിശിഷ്യ പാകിസ്ഥാനിലേക്ക് അവ വ്യാപിക്കുമോ എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുഖ്യ സുരക്ഷാ പ്രശ്നമാണ്.
ഇന്ത്യൻ സുരക്ഷിതത്വത്തെ അപകടപ്പെടുത്തുന്ന നടപടികളൊന്നും ഒരു സുഹൃത്ത് രാഷ്ട്രമെന്ന നിലയിൽ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്ന് ഉത്തര കൊറിയ ഉറപ്പു നൽകി. സുപ്രീം പീപ്പിൾസ് അസംബ്ലി വൈസ് പ്രസിഡന്റ് കിം യോങ് ദേ, സാംസ്കാരിക മന്ത്രി പാക് ചുൻ നാം, വിദേശകാര്യമന്ത്രി റിയോങ് ഹോ, ഉപവിദേശകാര്യമന്ത്രി ചോ ഹ്യൂ ചോൾ എന്നിവരും ഉന്നത ഉദ്യോഗസ്ഥ സംഘവും ഇന്ത്യൻ പ്രതിനിധി സംഘവുമായി ചർച്ച നടത്തി. ഇന്ത്യ ഉത്തര കൊറിയ ബന്ധം ആരംഭിക്കുന്നത് 1973-ലാണ്. കഴിഞ്ഞ 45 വർഷത്തിനിടയിൽ ഏറ്റവും പ്രസക്തവും പ്രതീക്ഷാനിർഭരവുമായ വികാസമാണ് ഇന്ത്യ ഉത്തര കൊറിയ ബന്ധത്തിലുണ്ടായത്. ട്രംപ് കിങ് ഉച്ചകോടിയുടെ തുടർച്ചയായി മേഖല ആണവ നിർവ്യാപനത്തിലേക്ക് നീങ്ങുന്നത് തന്ത്രപരമായി ഇന്ത്യക്ക് ഏറെ ഗുണകരമാണ്. തെക്കൻ ചൈനയ്ക്കും പോർട്ട് സുദാനുമിടയിൽ ഇന്ത്യ സമുദ്രമേഖലയിൽ നാവിക കേന്ദ്രങ്ങളും തുറമുഖ വാണിജ്യ സൗകര്യങ്ങളും നിർമ്മിച്ച് അധീശത്വം സ്ഥാപിച്ചെടുക്കാനുള്ള ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് പദ്ധതിക്കെതിരെ സ്പൈസസ് റൂട്ട് അടക്കമുള്ള നീക്കങ്ങൾ ഇന്ത്യ നടത്തുന്നുണ്ട്. ഇന്തോനേഷ്യയിലെ സബാങ് ദ്വീപിൽ ഇന്ത്യ നിർമ്മിക്കുന്ന നാവിക വാണിജ്യ തുറമുഖ പദ്ധതി ഈ ദിശയിലുള്ള നീക്കമാണ്. തെക്ക് കിഴക്കൻ ഏഷ്യ ഇന്ത്യയുടെ ശക്തമായ സാംസ്കാരിക സ്വാധീന മേഖലയാണ്. സുരക്ഷയും വികസനവും മുൻനിർത്തി മേഖലയിൽ സജീവമായി ഇടപെടാൻ കൊറിയൻ സംഘർഷം ഇല്ലാതാകുന്നതോടെ ഇന്ത്യക്ക് സാധിക്കും. ഇന്ത്യ സമുദ്രമേഖലയിൽ ഇന്ത്യയുടെ പ്രാമാണികത്വം ഉറപ്പിക്കുവാനും മാറിയ സാഹചര്യം സഹായകമാണ്. തെക്കൻ ചൈന കടലിൽ ഉത്തര കൊറിയയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യക്ക് അവസരമൊരുങ്ങും. ഉപരോധം അവസാനിക്കുന്നതോടെ വാണിജ്യ ബന്ധങ്ങളും ശക്തിപ്പെടും. VK സിംഗിന്റെ സന്ദർശനത്തെ തുടർന്ന് രൂപപ്പെട്ട സഹകരണപാത വികസിപ്പിക്കാനും തന്ത്രപരമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കാനും ട്രംപ് കിങ് ഉച്ചകോടിയും സെന്റോസ പ്രഖ്യാപനവും വഴിയൊരുക്കും. ആണവ നിർവ്യാപനത്തിന്റെ കാര്യത്തിൽ ഉടനടി അർത്ഥപൂർണമായ നടപടികളിലേക്ക് നീങ്ങുമെന്ന് ഉത്തര കൊറിയ അംഗീകരിച്ച സാഹചര്യത്തിൽ ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കയ്ക്ക് ഒരു പരിധിവരെ പരിഹാരമായി. ഒപ്പം ദക്ഷിണ ചൈന കടലിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഇടപെടാൻ ഉത്തര കൊറിയ സൗഹൃദം മുതൽക്കൂട്ടാവുകയും ചെയ്യും. ആണവ നിർവ്യാപനം എന്ന ലക്ഷ്യത്തിലേക്ക് ഇനിയും ബഹുദൂരം. ട്രംപ് കിം ഉച്ചകോടിയും UN രക്ഷാസമിതി അംഗങ്ങളും ജർമ്മനിയും ചേർത്ത് ഇറാനുമായുണ്ടാക്കിയ P5+1 ഉടമ്പടിയും ഈ ദിശയിലുള്ള അർത്ഥപൂർണമായ നീക്കങ്ങളായിരുന്നു. എന്നിരുന്നാലും ആണവ വൻശക്തികളായ അമേരിക്കയും റഷ്യയും മറ്റ് 7 ആണവ രാഷ്ട്രങ്ങളും ആണവായുധങ്ങൾ ആധുനികമായി വികസിപ്പിക്കുന്ന സാഹചര്യത്തിൽ ആണവ യുദ്ധഭീതി ഒഴിയുന്നില്ല. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട കണക്കുപ്രകാരം US-ന് 6450-ഉം റഷ്യയ്ക്ക് 6850-ഉം വീതം ആണവായുധങ്ങളുണ്ട്. ആഗോള ആണവായുധ ശേഖരണത്തിന്റെ 92% വരുമിത്. ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, ഉത്തര കൊറിയ, ഇസ്രായേൽ എന്നീ രാഷ്ട്രങ്ങളുടെ ആണവായുധ ശേഖരം താരതമ്യേന ചെറുതാണെങ്കിലും അവ വികസിപ്പിക്കുന്നതിലും വിന്യസിക്കുന്നതിലും ഈ രാഷ്ട്രങ്ങൾ മുന്തിയ പരിഗണന നൽകുന്നുണ്ട്. കരനാവിക വ്യോമ കേന്ദ്രങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന തരത്തിലുള്ള ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യയും പാകിസ്ഥാനുമാണ് മുന്നിൽ. ഇന്ത്യയേക്കാൾ അധികം ആണവായുധങ്ങൾ പാകിസ്ഥാന്റെ കൈവശമുണ്ടെന്ന് SIPRIയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പാകിസ്ഥാന് 140 മുതൽ 150 വരെ ആണവായുധങ്ങൾ കൈവശമുള്ളപ്പോൾ ഇന്ത്യക്ക് 130 മുതൽ 140 വരെ എണ്ണം മാത്രമേയുള്ളൂ. ചൈനയ്ക്ക് 280 ആണവ പോർമുനകളുണ്ട്. സമീപകാലത്ത് ചൈന ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ വ്യാപൃതരാണ്. മാത്രമല്ല അവരുടെ ഡെങ്ഫെങ് 41 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന് 14,500 കിലോമീറ്റർ താണ്ടി ലക്ഷ്യം ഭേദിക്കാനുമാകും. ആണവായുധ വാഹകശേഷിയുള്ള പാകിസ്ഥാന്റെ ഷഹീൻ 3 മിസൈലിന്റെ ദൂരപരിധി 2750 കിലോമീറ്ററാണ്. എന്നാൽ ഇന്ത്യയുടെ അത്യാധുനിക മിസൈലായ അഗ്നി 5-ന് 5000 കിലോമീറ്റർ താണ്ടി ലക്ഷ്യം തകർക്കാനാകും. പ്രഹരശേഷിയിലും കൃത്യതയിലും ഇന്ത്യയുടെ ആയുധങ്ങൾ മുന്നിലാണെന്ന് യുദ്ധവിദഗ്ധർ വിലയിരുത്തുന്നു. മാത്രമല്ല സാങ്കേതിക മികവിലും ഇന്ത്യ ഏറെ മുന്നിട്ടു നിൽക്കുന്നു. ഏതായാലും അയൽ രാജ്യങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും ആണവായുധ ശേഖരം തുടർച്ചയായി വർദ്ധിപ്പിക്കുന്നതും അവയുടെ ശേഷി വികസിപ്പിക്കുന്നതും ഒട്ടും ശുഭകരമല്ല. ഉത്തര കൊറിയ ആണവ നിരായുധീകരണത്തിലേക്ക് നീങ്ങുമ്പോൾ ആണവായുധങ്ങൾ വാരിക്കൂട്ടി ഇന്ത്യ, ചൈന, പാക് ത്രയം ആണവ ഭീഷണിയുടെ കരിനിഴൽ പരത്തുകയാണ്. ഞാനിവിടെ തനിച്ചാണ്, എന്നെ രക്ഷിക്കൂ. US മെക്സിക്കോ അതിർത്തിയിൽ അമേരിക്കൻ സൈന്യം മാതാപിതാക്കളിൽ നിന്ന് വേർപിരിച്ച്
സംരക്ഷണ കേന്ദ്രത്തിലാക്കിയ 4 വയസ്സുകാരി ലൂസിയാനയുടെ കരളലിയിക്കുന്ന നിലവിളി ലോകത്തിൻ്റെ ഉറക്കം കെടുത്തുകയാണ്. കോൺസൽ ഉദ്യോഗസ്ഥരിൽ ചിലർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. പ്രോ പബ്ലിക്ക എന്ന മാധ്യമമാണ് വീഡിയോ പുറത്തുവിട്ടത്. 8 മിനിറ്റ് ദൈർഘ്യമുള്ള ശബ്ദശകലത്തിൽ കുട്ടി തൻ്റെ മാതാപിതാക്കളെ അന്വേഷിക്കുന്നതും ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് പുറത്തുവിടാൻ അപേക്ഷിക്കുന്നതുമാണുള്ളത്. Con mi tía por lo menos para que después llegue mami. ¿Me puedes abrir alguien cerró la puerta esa? Que me venga a traer mi tía para llevarme. Ella llama a tu tía si tú tienes número y habla con tu tía. Tengo el número de ella. Pues ahorita ella te ayuda para que hable. Cálmate nada más. No, papá. Voy por aquí, niña. Papá. Cuando saquen la comida, ¿verdad? Ay, no, papá. അജ്ഞാതനായ വ്യക്തി റെക്കോർഡ് ചെയ്ത വീഡിയോ മനുഷ്യാവകാശ പ്രവർത്തകയും അഭിഭാഷകയുമായ ജെന്നിഫർ ഹാർബറിക്ക് ലഭിക്കുകയും അവരത് പ്രോ പബ്ലിക്കയ്ക്ക് നൽകുകയുമായിരുന്നു. വീഡിയോ പുറത്തു വന്നതോടെ ട്രംപിന്റെ കുടിയേറ്റ നയത്തിനെതിരെ വ്യാപക വിമർശനമുയർന്നു. മെക്സിക്കൻ അതിർത്തിയിൽ മതിയായ രേഖകളില്ലാതെ അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുകയും കുഞ്ഞുങ്ങളെ പിടിച്ചെടുത്ത് സംരക്ഷണ കേന്ദ്രങ്ങളിലാക്കുകയും ചെയ്യുകയാണ് അമേരിക്കൻ കസ്റ്റംസ് അധികൃതർ. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ മാത്രം കൈക്കുഞ്ഞുങ്ങളടക്കം 23,000 കുട്ടികളെയാണ് സംരക്ഷണ കേന്ദ്രത്തിൽ അടച്ചത്. ഇതിൽ 100 പേർ 4 വയസ്സിൽ താഴെയുള്ളവരാണ്. കരുതൽ തടങ്കലിലുള്ള കുട്ടികൾ പീഡനമനുഭവിക്കുകയാണെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. അതിർത്തിയിൽ താൽക്കാലികമായി നിർമ്മിച്ച സംരക്ഷണ കേന്ദ്രങ്ങളിൽ മതിയായ സൗകര്യങ്ങളില്ല. എന്നാൽ US കുടിയേറ്റ അതിർത്തി സുരക്ഷാ മേധാവി ഉവി ക്രിസ്റ്റ്യൻ നീൽസൺ ആരോപണങ്ങൾ നിഷേധിച്ചു. കുട്ടികൾക്ക് മതിയായ സുരക്ഷയും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം അറിയിച്ചത്. വീഡിയോ പുറത്തു വന്നതോടെ മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങളെ വേർപിരിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായി. ട്രംപിൻ്റെ ഭാര്യ മെലേനിയ അടക്കം അമേരിക്കയിലെ അമ്മമാർ ഈ ക്രൂരതയ്ക്കെതിരെ രംഗത്ത് വന്നു. നിയമങ്ങൾ പാലിക്കുമ്പോഴും അമേരിക്ക ഹൃദയം കൊണ്ട് ഭരിക്കുന്ന രാജ്യമാകണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് മെലേനിയ ട്വീറ്റ് ചെയ്തു. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും മനുഷ്യത്വരഹിതമായ നടപടിയാണിതെന്ന് മുൻ പ്രഥമ വനിത ലോറ ബുഷ് പറഞ്ഞു. ഹിലാരി ക്ലിൻ്റൺ, മീഷേൽ ഒബാമ, ജിമ്മി കാർട്ടറുടെ ഭാര്യ റോസ്ലിൻ എന്നിവരും ട്രംപിനെ വിമർശിച്ച് രംഗത്ത് വന്നു. ഇതിനിടെ ട്രംപിൻ്റെ കുടിയേറ്റ നയത്തിൽ പ്രതിഷേധിച്ച് മസാച്യുസെറ്റ്സ്, കൊളറാഡോ, ന്യൂയോർക്ക് എന്നീ സ്റ്റേറ്റുകളിലെ ഗവർണർമാർ മെക്സിക്കൻ അതിർത്തിയിലെ സൈനിക വിന്യാസത്തിന് സംസ്ഥാന സൈനികരെയും ഹെലികോപ്റ്ററുകളും വിട്ടു നൽകാൻ വിസമ്മതിച്ചു. സ്വന്തം കുടുംബത്തിൽ നിന്നടക്കം വിമർശനം ഉയരുമ്പോഴും കുടിയേറ്റ നയത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന കടുത്ത നിലപാടിലാണ് ഡൊണാൾഡ് ട്രംപ്. ഞാൻ അധികാരത്തിലിരിക്കുമ്പോൾ അമേരിക്കയെ അഭയാർത്ഥി കേന്ദ്രമാക്കാൻ അനുവദിക്കുകയില്ലെന്നും US-നെ മറ്റൊരു യൂറോപ്പാക്കാൻ സമ്മതിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഡെമോക്രാറ്റുകളുടെ നയങ്ങളാണ് രാജ്യത്ത് ഇത്രയധികം കുടിയേറ്റക്കാരുണ്ടാകാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. And I'll say it very honestly, and I'll say it very straight. Immigration is the fault and all of the problems that we're having, because we cannot get them to sign legislation. We cannot get them even to the negotiating table. And I say it's very strongly the Democrats' fault. They're they're really obstructionist, and they are obstructing. The United States will not be a migrant camp, and it will not be a refugee holding facility. Won't be. You look at what's happening in Europe, you look at what's happening in other places, we can't allow that to happen to the United States, not on my watch. ഇതിനിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ അമേരിക്കൻ നടപടിയെ വിമർശിച്ചു. കുഞ്ഞുങ്ങളെ മാതാപിതാക്കളിൽ നിന്ന് വേർപിരിക്കുന്നത് അധാർമികമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മെയ്, കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ എന്നിവരും വിമർശനവുമായി രംഗത്തെത്തി. ട്രംപിന്റെ മകൾ ഇവാൻകയും നയം തിരുത്തണമെന്ന് പിതാവിനോട് ആവശ്യപ്പെട്ടു. ട്രംപിന്റെ കുടിയേറ്റ നയം വ്യാപകമായി വിമർശിക്കപ്പെടുമ്പോഴും ഏറ്റവുമധികം അഭയാർത്ഥികൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന വികസിത രാജ്യം അമേരിക്കയാണ്.
2017 3,30,000 അഭയം തേടിയുള്ള അപേക്ഷകളാണ് സമർപ്പിച്ചത്. കുടിയേറ്റ നയം കർശനമാക്കിയതോടെ അറസ്റ്റ് ചെയ്യപ്പെട്ട 1600 അനധികൃത കുടിയേറ്റക്കാരെ യുഎസിലെ വിവിധ കേന്ദ്രങ്ങളിൽ തടവിലാക്കിയിരിക്കുകയാണ്. ഇക്കൂട്ടത്തിൽ 52 ഇന്ത്യക്കാരുമുണ്ട്. ഇവയ്ക്ക് പുറമെ ബംഗ്ലാദേശ്, ബ്രസീൽ, റഷ്യ, ചൈന, ഹോണ്ടുറസ്, പെറു, നേപ്പാൾ, ഗ്വാട്ടിമല തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരുമുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മാതാപിതാക്കളെ പിരിഞ്ഞിരിക്കേണ്ടി വരുന്ന കുരുന്നുകളുടെ വിലാപം ട്രംപിന്റെ കുടിയേറ്റ നയത്തിനെതിരായി ബഹുജനാഭിപ്രായം ആഗോളാടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ എന്ന നിലയിൽ അവർക്കുള്ള സവിശേഷ അവകാശങ്ങളുടെ സമാനമായ ലംഘനമാണ് നടന്നിരിക്കുന്നത്. ലോകമെങ്ങും കടുത്ത പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ കേസ് പരിഗണിക്കുന്നതുവരെ അറസ്റ്റിലായ കുടുംബങ്ങളെ ഒന്നിച്ചു പാർപ്പിക്കാൻ തീരുമാനമായി. കുഞ്ഞുങ്ങളെ മാതാപിതാക്കളിൽ നിന്ന് വേർപിരിക്കുന്നതടക്കമുള്ള സീറോ ടോളറൻസ് നയം റദ്ദാക്കുന്ന ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. അമേരിക്കയുടെ സൈനിക സന്നാഹം ബഹിരാകാശത്തേക്ക്. സായുധ സേനയുടെ പുതിയ വിഭാഗമായി ബഹിരാകാശ സേന രൂപീകരിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെന്റഗണിന് നിർദ്ദേശം നൽകി. സൈന്യത്തിൻ്റെ 6ാം ശാഖയായി സ്പേസ് ഫോഴ്സ് രൂപീകരിക്കാനാണ് നിർദ്ദേശം. നിലവിൽ US സൈന്യത്തിന് കരനാവിക വ്യോമസേനകളും മറൈൻസ് തീരരക്ഷാസേന എന്നീ വിഭാഗങ്ങളും ആണുള്ളത്. ഇതിനു പുറമെയാണ് വ്യോമസേനയുടെ തുല്യനിലയിൽ ബഹിരാകാശ സേന രൂപീകരിക്കുന്നത്. ഇതിനിടെ സെനറ്റ് പാസാക്കിയ $71,600 കോടി പ്രതിരോധ ബില്ലിൽ ഇന്ത്യയുമായുള്ള സൈനിക സഹകരണം ശക്തിപ്പെടുത്താൻ ശുപാർശയുണ്ട്. സമീപകാലത്ത് അമേരിക്കയുടെ ഹവായ് ആസ്ഥാനമായുള്ള പസഫിക് കമാൻഡന്റ് ഇന്ത്യ US പസഫിക് കമാൻഡന്റ് എന്ന് പുനർനാമകരണം ചെയ്തിരുന്നു. 2016 പ്രതിരോധ രംഗത്തെ മുഖ്യ പങ്കാളി എന്ന പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തിയതിന്റെ തുടർച്ചയാണ് പുതിയ നീക്കങ്ങൾ. ഇതിന്റെ ഭാഗമായി യുഎസിന്റെ അടുത്ത സഖ്യരാഷ്ട്രങ്ങൾക്ക് മാത്രം വാങ്ങാവുന്ന ആധുനികവും തന്ത്രപരവുമായ സാങ്കേതിക വിദ്യയും ആയുധങ്ങളും ഇന്ത്യക്കും വാങ്ങാനാകും. ഇന്ത്യയെ അമേരിക്കയുടെ സഖ്യരാഷ്ട്രമാക്കാനും ഇന്ത്യൻ ആയുധ വിപണി നയതന്ത്രത്തിലാക്കാനുമാണ് US നയം ലക്ഷ്യം വെക്കുന്നത്. നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത പ്രതിരോധ പങ്കാളി റഷ്യയാണ്. ഏറ്റവും അധികം ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതും റഷ്യയിൽ നിന്നാണ്. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ നിന്നുള്ള ആയുധ ഇറക്കുമതിയിൽ 5 ഇരട്ടി വർധനയുണ്ടായി. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന വിവരമനുസരിച്ച് നിലവിൽ ഇന്ത്യ ഏറ്റവും അധികം ആയുധങ്ങൾ വാങ്ങുന്ന 2ാമത്തെ രാജ്യമാണ് അമേരിക്ക. ഇന്ത്യയുടെ മൊത്തം ആയുധ ഇറക്കുമതിയുടെ 15% വരുന്നത്. 3ാം സ്ഥാനത്ത് ഇസ്രായേലാണ്. ബഹിരാകാശ സേനയിലടക്കം ഇന്ത്യൻ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള നീക്കമാണ് അമേരിക്ക നടത്തുന്നത്. വളർന്നുവരുന്ന ഇന്ത്യ അമേരിക്ക സൈനിക സഹകരണത്തിൽ റഷ്യയ്ക്ക് അതൃപ്തിയുണ്ട്. കഴിഞ്ഞ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇക്കാര്യത്തിലുള്ള അതൃപ്തി നരേന്ദ്രമോദിയെ നേരിട്ട് അറിയിക്കുകയുണ്ടായി. ആർക്കും പിടിതരാത്ത മരണത്തെ കൈപ്പിടിയിലാക്കി ഗൂഗിൾ. രംഗബോധമില്ലാത്ത കോമാളി എന്ന സ്ഥിരപ്രതിഷ്ഠ നേടിയ കാൽപ്പനിക വിശ്വാസത്തെ തിരുത്താനൊരുങ്ങുകയാണ് ഗൂഗിളിൻ്റെ പുതിയ ആപ്ലിക്കേഷൻ. ഗൂഗിളിൻ്റെ ഏറ്റവും പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് 95% കൃത്യമായി മരണസമയം പ്രവചിക്കുവാൻ സാധിക്കും. രോഗിയുടെ ശാരീരികാവസ്ഥ, ആരോഗ്യ വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തി അവരുടെ ജീവൻ നിലനിൽക്കുമോ എന്ന് ഏറെക്കുറെ കൃത്യമായി പ്രവചിക്കാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഗൂഗിളിന്റെ കണക്കുകൾ പലപ്പോഴും തെറ്റാറുണ്ട്. എന്നാൽ ഡോക്ടർമാരെക്കാൾ 2 മടങ്ങ് കൃത്യമാണ് മരണകാര്യത്തിൽ ഗൂഗിളിന്റെ പ്രവചനം. മറ്റ് സാങ്കേതിക വിദ്യകൾ വിവരങ്ങൾ കൈമാറുന്നതിനേക്കാൾ വേഗത്തിൽ ഗൂഗിളിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിവരശേഖരണവും വിശകലനവും നടത്തി രോഗിയുടെ അവസ്ഥ പ്രവചിക്കുന്നു. നിലവിൽ ആശുപത്രികളിൽ വിവിധ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവയ്ക്ക് വൻ ചെലവാണ് എന്നതിനു പുറമെ അനാവശ്യ സമയനഷ്ടവും ഉണ്ടാകുന്നുണ്ട്. ഗൂഗിൾ സംവിധാനമാകട്ടെ അതിവേഗം കൂടുതൽ കൃത്യതയോടെ രോഗാവസ്ഥയും മരണസാധ്യതയും പ്രവചിക്കുന്നു. ഭാവിയിൽ 100% കൃത്യതയോടെ മരണത്തെ നിർവചിക്കാൻ കഴിയുമെന്നാണ് ഗൂഗിളിന്റെ അവകാശവാദം. ഏതായാലും എപ്പോൾ വരുമെന്ന് യാതൊരു നിശ്ചയവുമില്ലാത്ത മരണമെന്ന പ്രഹേളികയെ കൃത്യമായി അറിയാൻ കഴിയുന്നത് വലിയ നേട്ടം തന്നെയാണ്. വരും വാരത്തെ ലോകവിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.